അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല. പ്രമുഖരായിട്ടുള്ള പലരും പിന്നെ ഇനിയും വരും. പല മക്കളും അല്ല, ഇത് അപ്പുറത്തിരിക്കുന്ന ഒരു ഇടതുമുന്നണിയുടെ ഒരു കൺവീനറെ അദ്ദേഹത്തെ വില കുറച്ച് കാണുന്ന ഒരു സമീപനം ഞാൻ എടുക്കുന്നില്ല. അദ്ദേഹം LDFിൻ്റെ കൺവീനറാണ്, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തെ അപമതിപ്പുണ്ടാക്കുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം വെച്ചാൽ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോഴേക്കും അത് BJPയുമായിട്ട് ചർച്ച നടത്തി എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യം അല്ല. കോൺഗ്രസ്സിന് അവരുടെ നേതാക്കന്മാരെ കൂടെ നിർത്താൻ കഴിയുന്നില്ല. ഇനിയും ആൾക്കാർ, മക്കളൊക്കെ ഇനി ധാരാളം ഉന്നത നേതാക്കളുടെ മക്കൾ ഇനിയും BJPയിൽ ചേരും. പുതിയ തലമുറ പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളുടെയും മക്കൾ ഇതിനോടകം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ മക്കൾ, അതായത് നെക്സ്റ്റ് ജനറേഷൻ, കോൺഗ്രസിൻ്റെ അടുത്ത തലമുറ പൂർണ്ണമായിട്ടും BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അല്ല, അഴിമതി കേസുകളൊക്കെ വരുമ്പോൾ ഞാൻ വിമർശിക്കാറുണ്ടെന്ന്. ഇപ്പോൾ EP ഒരു സത്യം പറഞ്ഞു. അതാണ് EP ചില കാര്യങ്ങളിപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ പുതിയ രണ്ടാം സർക്കാർ വന്നതിന് ശേഷം പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നതിൽ കുറച്ച് വസ്തുതയുണ്ട്. അല്ല, അദ്ദേഹവും G. സുധാകരനും ഒക്കെ പല കാര്യങ്ങളും പാർട്ടിക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വസ്തുതയുണ്ട്. വസ്തുതയിപ്പോൾ എനിക്ക് വസ്തുതയല്ല എന്ന് പറയാൻ പറ്റും. EP പറയുന്ന ചില കാര്യങ്ങൾ, EP ജയരാജനും G. സുധാകരനും പറയുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കളും മറച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളുമാണ്. പിന്നെ ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷവും NDAയിൽ ചേരും. CPM-ലെ പല ആളുകളും ഇതിപ്പോൾ ഇന്നലത്തെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ CPM-ൽ നിന്നും ആളുകൾ ചേർന്നിരുന്നു. പിന്നെ അങ്ങനെ പേരുകൾ, വലിയ പേരുകളല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കതൊരു വാർത്തയാവാതിരുന്നത്. കാത്തിരുന്ന് കാണാം, നോക്കാം നമുക്ക്. ഇല്ല, എനിക്കെന്തിനാ തരുന്നത്? ഇല്ല, അയ്യോ, എനിക്കതറിയുന്ന അറിയില്ല. ഞാൻ ഈ ബിസിനസ്സും അറിയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു സത്യം, ഞാൻ അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് BJP ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എന്തിനാണ് അതിനെ എതിർക്കുന്നതെന്ന് നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം? അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞു. ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അത് പൊതുസമൂഹത്തിൻ്റെ വികാരമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നാൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. 15 കൊല്ലം ശശി തരൂർ അവിടെ തെക്ക് വടക്ക് നടന്നിട്ടും 15 ദിവസം കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് കീഴടക്കി. ആറ്റിങ്ങൽ ശ്രീ V. മുരളീധരൻ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ്. പത്തനംതിട്ടയിൽ ശ്രീ അനിൽ K. ആൻ്റണി ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീ സുരേഷ് ഗോപി കളം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വസ്തുതകളാണ്. ഈ വസ്തുതകളെ ചില ആളുകൾ എൻഡോസ് ചെയ്യുമ്പോൾ ഞാൻ ഉടനെ അതിന് ശരിയായില്ലെന്ന് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. അയ്യോ, അതൊന്നും ഞാൻ അത്രയൊന്നും പറയാൻ ആളല്ല. കാരണം രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള പല മന്ത്രിമാരെയും മാറ്റിയത് എന്തിനാണെന്ന് ഞാൻ പറയാം. അത് മരുമകന് എല്ലാ അധികാരങ്ങളും കൈമാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമ്മായിയപ്പനും മരുമകനും ചേർന്നുള്ള ഭരണമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. എല്ലാ വകുപ്പുകളും കൈയിട്ട് വാരുന്നത് മുഹമ്മദ് റിയാസാണ്. മുഖ്യമന്ത്രിയുടെ അധികാരം മുഴുവൻ മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ പിന്നെ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത്. എല്ലാ വകുപ്പുകൾ, ബാക്കി മന്ത്രിമാരൊക്കെ വെറും നോക്കുകുത്തികളാണ്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരെ എല്ലാം കഴിഞ്ഞ തവണ പറഞ്ഞത് പ്രായാധിക്യം ഒക്കെ പറഞ്ഞിട്ടാണ് തോമസ് ഐസക്കിനെയൊക്കെ മാറ്റിയത്. ഈ EP ജയരാജൻ, സുധാകരനെയൊക്കെ മാറ്റി 2 കൊല്ലം കഴിയുമ്പോൾ അവരെയൊക്കെ ലോക്സഭയിലേക്ക് വിടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ. അപ്പോൾ പ്രായാധിക്യം മാറ്റി നിർത്തിയവരെയൊക്കെ വീണ്ടും എന്തിനാണ് ഈ ലോക്സഭയിലേക്ക് അയക്കുന്നത്? അപ്പോൾ പ്രായാധിക്യം കൊണ്ടൊന്നുമല്ല മാറ്റിയത് സ്വന്തം മരുമകന് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് EP-ക്കും പിന്നെ സുധാകരനും അറിയാമല്ലോ. നിങ്ങൾ അവരോട് ചോദിക്കും. അല്ലാതെ തത്വാധിഷ്ഠിത നിലപാടാണെങ്കിൽ അവരെ പാർലമെൻ്റ് രംഗത്ത് മാറ്റി നിർത്തണ്ടേ? തത്വാധിഷ്ഠിത നിലപാടായിരുന്നില്ല. തത്വാധിഷ്ഠിത നിലപാടാണ്. ഒരു പാർട്ടി ലൈനായിരുന്നെങ്കിൽ പാർലമെൻ്ററി രംഗത്ത് നിന്ന് പിൻവലിച്ച ആളുകളെ
വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് മത്സരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർട്ടി ലൈനുണ്ടല്ലോ. ചില ആളുകൾ പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കും, ചില ആളുകൾ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കും. പാർലമെൻ്ററി രംഗത്ത് പിൻവലിപ്പിച്ച് പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാൻ ചില ആളുകളെ തീരുമാനിച്ചിട്ട് അവരെ പിന്നെ ലോക്സഭയിലേക്ക് എന്തിനാണ് മത്സരിപ്പിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. മരുമകന് സർവ്വ അധികാരങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി. കാരണം ഈ അഴിമതി കേസുകളെല്ലാം ഇപ്പോൾ കാണുന്നില്ലേ, എല്ലാം നടത്തിയിരിക്കുന്നത് ഒരു കുടുംബമാണ്. ഒരു കുടുംബാധിപത്യ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറുകയാണ്. കോൺഗ്രസ് പോലെ, സമാജ്വാദി പാർട്ടി പോലെ, DMK പോലെ, BSP പോലെ, BRS പോലെ ഒരു കുടുംബാധിപത്യ പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനും കുടുംബവും എല്ലാം നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.